112-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. 112-ാമത്തെ സങ്കീർത്തനം വേഗത്തിൽ വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൽപ്പനയുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇതാണ് നമ്മൾ ദൈവാത്മാവ് പ്രാപിക്കാതെ വണ്ണം ലോകത്തിൽ പോയി നടന്ന് ജീവിക്കുമ്പോൾ വരുന്നത്. അവിടെ കരം പൊങ്ങത്തില്ല. കൽപ്പന ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൽപ്പനയില്ല. കൽപ്പന ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവെഴുത്തിൽ കൽപ്പനയുണ്ട്. കൽപ്പന പ്രകാരം ജീവിക്കാതിരുന്നാൽ വിടുതൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ വിടുതൽ നടക്കും. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ല, വേറെ പലയിടത്തും ഇപ്പോൾ വിടുതലുണ്ട്. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ കൽപ്പന പ്രമാണിച്ചാലേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമം ചുമന്നു നടക്കുന്ന എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ യേശു കർത്താവിൻ്റെ വക്കിൽ ഹല്ലേലൂയ അത്ഭുതങ്ങളുണ്ട്. ആമേൻ. ആ അത്ഭുതം നമ്മളിൽ മേൽ വെളിപ്പെടണമെങ്കിൽ കൽപ്പനകളെ അനുസരിക്കണം. പ്രമാണങ്ങളെ ഒത്തതെന്നെണ്ണി അത് നേരുള്ളതെന്നനുസരിച്ച് ജീവിക്കുമെങ്കിൽ വലിയ നന്മ ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ അധികം വ്യക്തികൾക്ക് ചില കൃപാവരങ്ങളെ കർത്താവ് കൈമാറാൻ പോവുകയാണ്. ഇതിനകത്ത് ചില വ്യക്തികൾ രോഗികൾക്ക് ആമേൻ ആമേൻ വെള്ളം പ്രാർത്ഥിച്ചാൽ സൗഖ്യം നടക്കുന്ന ചില വരം ഞാൻ ഈ സുവിശേഷത്തിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നടക്കാൻ പോകുന്നു. നീ എണ്ണ പ്രാർത്ഥിച്ച് പൂശിയാൽ ചില മാരക രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. പിശാചിൻ്റെ ബന്ധനത്തിൽ ശരീരത്തിൽ നീരുകൾ കൊണ്ട് പൊതിഞ്ഞ് ആകെ ബജ്ജ് ചെയ്തിരിക്കുന്ന ചില നീരുകൾ വലിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ സൗഖ്യത്തിന്റെ കലലിയ ആമേ കരം ദൈവം നിന്റെ മേൽ വയ്ക്കാൻ പോകുകയാണ്. അവന്റെ കരം തൊട്ട് ചിലരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കടഭാരത്താൽ ആത്മഹത്യ ചെയ്യുവാൻ ഹല്ലേലൂയ ആമേൻ 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 ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സതീശനെ കർത്താവ് വിടുവിക്കാൻ പോകുന്നു. ഇവിടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ലോകത്തിലേക്ക് പറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളുടെ കടഭാരത്താൽ ആത്മഹത്യ ചെയ്തു കളയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ നാമധേയത്തെ ചുമക്കുന്ന വ്യക്തിയായിരിക്കാം, നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയല്ലായിരിക്കാം, യേശുവെങ്കിലും നിന്നെ തൊട്ട് സൗഖ്യമാക്കാൻ പോകുന്നു. ആ വഴിയറമ്പിൽ നിന്നുകൊണ്ട് കുരുടനായ ബർത്തിമായി നിലവിളിച്ചപ്പോൾ അവൻ നിലവിളി സ്വർഗം കേട്ടത് കൊണ്ട് ഹല്ലേലൂയ അവൻ നിലവിളിക്കാതെ ഇരുന്നുവെങ്കിൽ യേശു ഇവനെ നിന്ന ഇടം വിട്ട് കടന്നുപോയാൽ അന്ന് അവന് സൗഖ്യം ലഭിക്കത്തില്ല. അത് ഹൃദയത്തിൽ മനസ്സിലായ ബർത്തിമായി ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ അവൻ അടങ്ങി ഇരിക്കാതെ വണ്ണം ഉറക്കെ വിളിച്ചു. പലരും അവനെ ശാസിച്ചു, പലരും മിണ്ടാതെ ഇരിക്കടാ എന്ന് പറഞ്ഞു, അടങ്ങി ഇരിക്കടാ എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ടൈമുകളെല്ലാം അവരുടെ പദം ഉറക്കെയായിരുന്നു, അവന്റെ സ്വരം ഉറക്കെയായിരുന്നു. ഉറക്കെ നിലവിളിച്ചവന്റെ വിഷയം യേശുവിന് മാത്രമേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ, യേശുവിന് മാത്രമേ സൗഖ്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടഞ്ഞ ചില കണ്ണുകൾ തുറക്കാൻ പോകുന്നു, അടഞ്ഞ ചില അധ്യായങ്ങൾ തുറക്കാൻ പോകുന്നു. കടഭാരത്താൽ ജീവിതത്തിന്റെ പഴുതുകൾ അടഞ്ഞ സഹോദര സഹോദരി, നീ ഈ ശുശ്രൂഷ ലോകത്തിന്റെ അറ്റത്തിരുന്ന് കാണുമ്പോ, ലോകത്തിന്റെ അറ്റത്തിരുന്ന് കേൾക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് ചില അധ്യായങ്ങൾ ദൈവം തുറക്കാൻ പോവുകയാ. ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. മക്കൾക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ ധനം കയ്യിലില്ലാതെ വണ്ണം പലരെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ ശുശ്രൂഷ അനുഭവിക്കുമ്പോ ആ രോഗം ശസ്ത്രക്രിയ കൂടാതെ വണ്ണം ഡെലിവറി ചെയ്ത പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ ശരീരത്തിൽ കത്തി തൊടാതെ ഒരു അത്ഭുതം നടക്കാൻ പോകുക. ഓക്കെയാണോ? 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 തയ്യാറെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ.
പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് എത്രയോ രോഗികൾ സൗഖ്യമായി. ട്യൂമറുകൾ, യൂട്രസ് കംപ്ലൈന്റുകൾ, തൈറോയിഡുകൾ. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന സഹോദരന്റെ കഴുത്തിന്റെ പുറകിൽ ഒരു മുഴ വന്നത് താങ്കൾ വളരെ ഭാരപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ. 500 രൂപ കൊടുത്ത് കള്ളസാക്ഷി പറയാൻ ഞാൻ സഹോദരനോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാനൊരു 500 രൂപ തരാം, കള്ളസാക്ഷി പറയാൻ ഞാൻ പറഞ്ഞില്ല. ഒരു പാന്റ് ഷർട്ട് വാങ്ങിത്തരാൻ കള്ളസാക്ഷി പറയാൻ ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. എത്രയോ പേരുടെ രോഗങ്ങൾ ഹല്ലേലൂയ യേശു സൗഖ്യമാക്കിയവർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം എത്ര പേരോട് പറഞ്ഞു? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വായിക്കാം. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമുക്ക് എന്തുണ്ടാകണമെന്നറിയാമോ? നേര് വേണം. നേരോടെ നടന്നാൽ നീയും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരില്ലാതെ വണ്ണം ഇപ്പോ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ചിലപ്പോ നമ്മളെ പറ്റിക്കാനൊക്കെ പറ്റും, നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ പറ്റിക്കുവാൻ പറ്റത്തില്ല. ഈ കൂട്ടായ്മയെ പറ്റിക്കുവാൻ ഒത്തിരി ദൂരങ്ങൾ ഓടിയ പലരെയും നമുക്കറിയാം. ഹല്ലേലൂയ. നോ പ്രോബ്ലം. ഹല്ലേലൂയ. നീ ചേമ്പലയിൽ വെള്ളം വീണതുപോലെ നിന്റെ ആയുസ്സിനെ പുല്ല് പോലെയാക്കുമ്പോ നീതിമാന്റെ ആയുസ് പന പോലെ തഴച്ചുകൊണ്ടിരിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. 92-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്ക്, അവർ ലെബോതാനിലെ ദേവദാരു പോലെ വളര്, അവർ ആമേൻ, ആമേൻ, പച്ച മുട്ടി പിടിച്ച് വിരിക്കുമെന്ന്. നീതിമാൻ എങ്ങനെ തഴയ്ക്കുമെന്നറിയാമോ? പുല്ല് പോലെയല്ല, പന പോലെ തഴയ്ക്കുമെന്ന്. അവർ ഹല്ലേലൂയ ലെബോതാനിലെ ദേവദാരു പോലെ അവർ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിന്റെ നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, ബലപ്പെടും. ശത്രുവിന് തൊടുവാനൊന്നും കഴിയത്തില്ല. സ്തോത്രം. ശത്രുവിന് നിന്റെ മുള ഒടിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരും. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരും. അവിടെ പറയുന്നു, നീ മുള്ളുകളിൽ നിന്നുകൊണ്ട് നന്മകളെ പറിച്ചെടുക്കും. അതിനാൽ അതിന്റെ 5 പറയുവാണ്. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം പറയുന്നു, മൂടൻ വേരൂന്നത് കണ്ടു, ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ദൈവം ശപിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ആരുടെ ഭവനത്തിൽ, ആരുടെ കൂട്ടായ്മയിൽ, ആരുടെ ഇടത്തെന്നറിയാമോ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ മുമ്പിൽ വെളിപ്പെടുന്ന മൂടന്റെ പാർപ്പിടത്തെയാണ് ദൈവം ശപിക്കുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരുടെ ആമേൻ, ആമേൻ കുടുംബത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നു, ദൈവം ആരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു, അവർ ദൈവത്തിന്റെ മക്കളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അവർ ജാതികളിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. ജാതികളുണ്ട്. വേദപുസ്തകം പറയുന്നു, ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ നിന്നെ ഉന്നതനാക്കും. അപ്പോൾ ജാതികളുണ്ട്. ഞാൻ വേഗത്തിൽ തന്നെ ജാതികളെ പറഞ്ഞു പഠിച്ചാൽ ഹല്ലേലൂയ. 1 ദൈവമില്ലാത്ത ജാതിയും 2 ദൈവമുള്ള ജാതിയും. ദൈവമില്ലാത്ത ജാതി 1, ദൈവമുള്ള ജാതി 1. അപ്പോൾ ദൈവമുള്ള ജാതി അനുഗ്രഹിക്കപ്പെടും, ദൈവമില്ലാത്ത ജാതികൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവമുള്ള ജാതികൾ ഹല്ലേലൂയ സകല ജാതികളിലും വെച്ച് അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവരിൽ വെച്ച് നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവമുള്ളവരെ പ്രത്യേകിച്ച് കാണുവാൻ കഴിയണം. അവരുടെ നടപ്പിൽ, അവരുടെ വസ്ത്രധാരണയിൽ, അവരുടെ ഇടപെടലിൽ, അവരെല്ലാ മേഖലകളിലും വളരെ തിരിച്ചറിയുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. വേദപുസ്തകം പറയുന്നത് പോലെ ഹല്ലേലൂയ വെള്ളത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഹല്ലേലൂയ വെള്ളത്തിൻ മീതെ ദൈവത്തിന്റെ ആത്മാവ് നിന്നു. ഹല്ലേലൂയ ആഴത്തിലോ ഇരുൾ കിടന്നു. ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതെയാണ് ആത്മാവ് പ്രവർത്തിച്ചത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ അതവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. അവന്റെ മുഖത്തത് മുഖപ്രകാശത്തിൽ അത് ദൈവത്തിന്റെ തേജസ്സ് വെളിപ്പെടും.
പുറപ്പെട്ടു നിൽക്കുക. മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവുള്ള സഹോദര സഹോദരി, നിന്റെ മന്ദിരത്തിൽ അത് തിരിച്ചറിയാ. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നോക്കിയാൽ അറിയാ, അത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പ്രവർത്തിച്ചു. ഇരുളോ ആഴത്തിലായി കിടക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്തിൽ ഇരുളിന് പുറത്തു വരുവാൻ ചാൻസ് ഇല്ല. ദൈവത്തിന്റെ ആത്മാവിനെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു ഇരുളിന് പുറത്തു വരുവാൻ ദൈവം അധികാരം കൊടുക്കത്തില്ല. ആരൊക്കെ പ്രാർത്ഥിക്കുന്നു ജാതികളെ ശിക്ഷ്യരാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാല് തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാർ സഹോദരിമാര് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വായി തുറന്ന് ദൈവത്തെ ആരാധിക്കുക, വായി തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ഈ ദൈവശക്തി നീ പ്രാപിച്ചെടുത്തോ. നിനക്ക് അടങ്ങി ഇരിക്കാൻ പറ്റത്തില്ല, നിന്റെ വായി പൂട്ടി ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ന്യായോ താഴോട്ട് വരുമ്പോ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൊല്ലുന്ന ആൾക്കാരുണ്ട്. ഒരു രോഗിക്ക് വേണ്ടി 6 കൊല്ലവും 6 ദിവസവും ഒന്നും പ്രാർത്ഥിക്കണ്ട. 100 കണക്ക് ക്യാൻസർ രോഗികളുടെ സൗഖ്യമായ അവരുടെ സാക്ഷ്യം ലോ അലമാരിക്കകത്ത് കാണും. 100 കണക്ക് ക്യാൻസർ രോഗികൾ. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം. ഒരു ക്യാൻസർ രോഗിയും ഇതിനകത്തൊന്നും മരിച്ചില്ല. അവർ പുറത്തു പോയി ആ കാലങ്ങളിലൊന്നും മരിച്ചില്ല. ഹല്ലേലൂയ. പരിശോധനകൾ കഴിഞ്ഞിട്ട് അവരോട് വന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടാൽ വെറുതെ തെരഞ്ഞെടുക്കപ്പെടത്തില്ല. ചിലത് നിന്നിൽ കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയേ തെരഞ്ഞെടുക്കത്തുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയപ്പെടുന്നത്. ആ പദ്ധതി നമ്മളിൽ വെളിപ്പെടുവാൻ ഇന്ന് പോൽക്കാലം നമ്മൾ തയ്യാറാകാം. വായിക്കാം. ഐശ്വര്യവും ഉണ്ടാകും, സമ്പത്തും ഉണ്ടാകും. ഇനി കരിയൊന്നും വരയ്ക്കരുത്. കരി വരയ്ക്കുന്ന ചില ആളുകളെയൊക്കെ ഞാൻ വീക്ഷിച്ച് അങ്ങനെ വിടുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ കറി വയ്ക്കുന്ന ചട്ടി വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ മൊത്തത്തിനങ്ങ് കമത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പറയാനിടം വരെയും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരി വരയ്ക്കുന്ന ദൈവത്തിന്റെ പേരൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഞാൻ ഇത്രയുള്ള പ്രായത്തിലെ ഹല്ലേലൂയ തൊഴുത് പഠിച്ചു വന്നയാളാണ് ഇത്രയുള്ള പ്രായത്തിൽ. ഹല്ലേലൂയ, ആമേൻ. ഹിന്ദുവിൻ്റെ അങ്ങേ അറ്റത്തെ ഹിന്ദുവാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ കാലം മുതലേ ഉള്ള അനുഭവം. ഇപ്പം 4ാമത്തെ തലമുറയായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. വന്നാൽ ബെന്തക്കോസിലെ വരാവൂ, ഇല്ലാത്തടത്ത് പോകരുത്. ഇല്ലാത്തടത്ത് പോയാൽ നരകയോഗ്യൻ. ബെന്തക്കോസിൽ വന്ന് നീ നേരോടെ നിന്ന നിത്യരാജ്യം നിനക്കുള്ളത്. ഹല്ലേലൂയ. കരം തട്ടി ദൈവത്തെ മഹിമപ്പെടുത്തുക, കരം തട്ടി ദൈവത്തെ മഹിമപ്പെടുത്തുക. ഹല്ലേലൂയ. ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നരകയോഗ്യനായി തീരാതെ 1000 പന്നികളെയും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒന്നിനെയും കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ നിന്റെ സാക്ഷ്യം ഫലമുള്ളതായി മാറുമെങ്കിൽ ഇന്ന് പോൽക്കാലം അക്ഷരാർത്ഥത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഏറ്റവും മികച്ച നിലവാരത്തിൽ ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഹിന്ദു മാർഗം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുത്ത് ജീവിച്ചു വളർന്നവരെന്ന് വരപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതിനോട് മാത്രമായി എൻ്റെ മനസ്സിനെ ഇഴുകി ചേർത്ത് അത് ഹല്ലേലൂയ, ആമേൻ, മാത്രമായിട്ട് മാറി ജീവിച്ചു